വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഫിലോസഫി എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള രണ്ട് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അപ്പം ഇവ രണ്ടും കുറച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഒരു 5 പോയിന്റ് ഒക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അതിന് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും. നമ്മളിവിടെ മാക്സിമം പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് പോകുവാനാണ് ശ്രമിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയറും ചെയ്യുക. അപ്പം വേദിക് എഡ്യൂക്കേഷനും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനും നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുടെ ബേസിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഒന്നാമതായിട്ട് പ്ലേസ് ഓഫ് സ്റ്റഡി. വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ ഗുരുകുലയിലാണ് പഠനം നടക്കുന്നത്. ഗുരുകുലത്തിലാണ് പഠനം നടക്കുന്നത്. ഇനി ബുദ്ധിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ബുദ്ധ സംഘയിലാണ് പഠനം. ബുദ്ധ സംഘയിലാണ് പഠനം. ഇനി പ്ലേസ് ഓഫ് ലിവിംഗ്. വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ ഗുരുകുലത്തിൽ തന്നെയാണ് കുട്ടി താമസിക്കുന്നത്. ഗുരുകുലത്തിൽ തന്നെയാണ് കുട്ടി താമസിക്കുന്നത്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ മൊണാസ്ട്രിയിലാണ് കുട്ടി താമസിക്കുന്നത്. ആശ്രമത്തിലാണ് കുട്ടി താമസിക്കുന്നത്. രണ്ടാമതായിട്ട് ജനറൽ എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ വേദം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും വേദിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ ജനറൽ സബ്ജക്ട്സും പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയനുമായിരുന്നു. ഓർത്തിരിക്കുക. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പം ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ പാലി ലാംഗ്വേജ് ആയിരുന്നു. ഇനി വേദിക്കിന്റെ കേസിൽ ആർക്കും സംശയം ഉണ്ടാകില്ല, സംസ്കൃതമായിരുന്നു, സാൻസ്ക്രിറ്റ് ആയിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ടീച്ചേഴ്സ് ആരാണെന്നുള്ളതാണ്. അപ്പൊ വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ ബ്രാഹ്മിൺസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ സന്യാസികളായിരുന്നു, മങ്സ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മള് ഒരു ആശ്രമത്തിന്റെ പഠനരീതി ആകുമ്പോൾ അത്ര റിഗ്രസ് ഒന്നും അല്ലായിരുന്നു. നോട്ട് സോ റിഗ്രസ് ആയിരുന്നു എഡ്യൂക്കേഷൻ ടൈപ്പ്, നോട്ട് സോ റിഗ്രസ്. പക്ഷേ വേദിക് എഡ്യൂക്കേഷൻ വളരെ റിഗ്രസ് ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരിയധികം പോയിന്റ് പഠിച്ചു വയ്ക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ എക്സാമിന് ഒരിക്കലും നമുക്ക് ഒരു 2-3 പോയിന്റ് മറന്നാലും പിന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം എഡ്യൂക്കേഷൻ. ഇനി വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ നോട്ട് ഫ്രീ ആയിരുന്നു. ഒരു ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് അവര് എടുത്തിരുന്നു. ഇനി ലാംഗ്വേജസ് ടോട്ട്. അപ്പൊ പ്രധാനമായിട്ട് സംസ്കൃതം മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ പാലി ലാംഗ്വേജും മറ്റ് ലാംഗ്വേജസും പഠിപ്പിച്ചിരുന്നു. ഇനി സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനയ, ധർമ്മ എന്നീ സബ്ജക്ട്സ് ഒക്കെയാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പഠിപ്പിച്ചിരുന്നത്. വേദിക്കില് ധർമ്മയുടെ 3 സബ് ഡിവിഷൻ ഏതൊക്കെയാണ്? അർത്ഥ, കാമ, മോക്ഷ. അപ്പം ഇത് 3 ഒക്കെയാണ് കുറച്ച് എംഫസിസ് കൊടുത്ത് വേദിക് എഡ്യൂക്കേഷനിൽ പഠിപ്പിച്ചിരുന്നത്. ഇനി എഡ്യൂക്കേഷൻ ടൈപ്പ് നോക്കാം. അപ്പം ഒന്നാമതായിട്ട് വേദിക് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലിസ്റ്റിക്കുമായിരുന്നു, ഐഡിയലിസ്റ്റിക്കുമായിരുന്നു. അപ്പം എഡ്യൂക്കേഷൻ ടൈപ്പ് ഇൻഡിവിജ്വലിസ്റ്റിക്കുമായിരുന്നു, ഐഡിയലിസ്റ്റിക്കുമായിരുന്നു. പക്ഷേ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ കളക്റ്റീവ് ആയിരുന്നു. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തില്ല, കളക്റ്റീവ് ആയിട്ടാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ടൈപ്പ്. ഇനി പ്രിൻസിപ്പിൾസ് നോക്കുക. ഒന്ന് മൊണാർക്കിയൽ ആയിരുന്നു. മൊണാർക്കിയൽ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്തത്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഡെമോക്രാറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്തത്. ഇനി വേദിക് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. to attain മോക്ഷ. അപ്പം സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു വേദിക് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് എയിം. സെൽഫ് റിയലൈസേഷൻ, മോക്ഷ അല്ലെങ്കിൽ മുക്തി. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിർവ്വാണ. അപ്പം നിർവ്വാണ ആണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് എയിം. സാൽവേഷൻ എന്ന് അർത്ഥമുണ്ട് നിർവ്വാണയ്ക്ക്, സാൽവേഷൻ.
അപ്പം ടു അറ്റൈൻ സാൽവേഷൻ ആണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ പ്രധാനമായിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. വേദിക് എഡ്യൂക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു, ചെറിയൊരു കോസ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു. ലാംഗ്വേജ് തൊട്ട് സംസ്കൃതം മാത്രമാണ് വേദിക് എഡ്യൂക്കേഷൻ. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കേസിൽ പാലിയും മറ്റധികം ലാംഗ്വേജസും പഠിപ്പിച്ചിരുന്നു. ഇനി ഇവിടെ ആകട്ടെ വിനയധർമ്മ, ഇവിടെ ധർമ്മ. ഇനി എഡ്യൂക്കേഷൻ ടൈപ്പ് 1 ഐഡിയലിസ്റ്റിക്കും ഇൻഡിവിജ്വലിസ്റ്റിക്കുമായിരുന്നു. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ കളക്റ്റീവ് ആയിരുന്നു. അടുത്തതായിട്ട് പ്രിൻസിപ്പൽ സ്റ്റോൺ, ഒരിടത്ത് മൊണാർക്കിയിലും മറ്റേത് ഡെമോക്രാറ്റിക്കും ആയിരുന്നു. ഇനി അൾട്ടിമേറ്റ് എയിം വേദിക്കിൻ്റെത് സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ മോക്ഷ അല്ലെങ്കിൽ മുക്തിയെയൊക്കെ ബന്ധപ്പെടുത്തിയായിരുന്നു. ബുദ്ധിസ്റ്റിന്റെ കേസിൽ നിർവാണ, ഒരു പ്രധാനപ്പെട്ട എയിമായിട്ട് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചത് ടു അറ്റൈൻ സാൽവേഷൻ ആയിരുന്നു. അപ്പം ഇനി ബാക്കി നോക്കാം. അപ്പം ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഒരു 4 ടേം പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് ഉപനയന. ഒരു കുട്ടി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു സെറമണിയാണ് ഉപനയന വേദിക് എഡ്യൂക്കേഷന്റെ കേസിൽ. ഇനി സമവർത്തനയുണ്ട്. സമവർത്തന ഇതെന്ന് പറയുന്നത് ഗ്രാജുവേഷൻ സെറമണിയാണ്. അപ്പം ഇത് ഏകദേശം 8 അല്ലെങ്കിൽ 11, 12 വയസ്സിലൊക്കെയാണ്. ഇനി സമവർത്തനം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ സെറമണി, ഒരു കുട്ടിയുടെ ഒരു ഗുരുകുലത്തിലുള്ള പഠനത്തിന്റെ അവസാനം കുറിക്കുന്നതാണ് സമവർത്തന. ഇനി ഇതേപോലെ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിലുണ്ട്. ഒന്നാമതായിട്ട് പബ്ബാജ. പബ്ബാജ എന്ന് പറയുന്നത് ഇനിഷ്യേഷൻ സെറമണിയാണ്. ഒരു കുട്ടി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവര് നൽകുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അവനെ അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇനിഷ്യേഷൻ. അപ്പം ഈ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ കുട്ടിയെ വിളിക്കുന്ന പേര് ശ്രമണ എന്നാണ്. ശ്രമണ എന്നാണ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ കുട്ടിയെ വിളിക്കുന്ന പേര്. ഇനി ഉപസമ്പാദയുണ്ട്. ഉപസമ്പാദ ഒരു കുട്ടിയുടെ ഫൈനൽ ഓർഡിനേഷൻ സെറമണി, അതായത് പഠനത്തിന് അവസാനം നൽകുന്ന ഫൈനൽ ഓർഡിനേഷൻ സെറമണിക്ക് വിളിക്കുന്ന പേരാണ് ഉപസമ്പാദ. അപ്പം ഈ 4 വാക്കുകൾ മറക്കാതിരിക്കുക. ഇത് ഏകദേശം ഒരു 20 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി പഠിച്ചു കഴിഞ്ഞ് ഫിറ്റ് ആണോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഓർഡിനേഷൻ നൽകുവാനായിട്ട് അവൻ പ്രാപ്തനാണെങ്കിൽ അവന് ഫൈനൽ ഓർഡിനേഷൻ നൽകുന്നു. അപ്പൊ അതാണ് ഉപസമ്പാദ. അപ്പം ഈ 4 ടേംസ് വൃത്തിയായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. സാധി വിഹാരികയും ഉപാധ്യായയും. നമ്മൾ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പ്യൂപ്പിളിനെയും സാറിനെയും വിളിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സാധി വിഹാരികയും ഉപാധ്യായയും. നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത് വുമൺ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. വുമൺ എഡ്യൂക്കേഷൻ, 2 സിസ്റ്റത്തിലെ വുമൺ എഡ്യൂക്കേഷൻ. അപ്പം വേദിക് എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനാണ് നമുക്ക് പഠിക്കാനുള്ള ദ്രവീഡിയൻ, വേദിക്, ബുദ്ധിസ്റ്റ്, ഇവയിൽ ഏറ്റവും കൂടുതൽ വുമണിന് പ്രാമുഖ്യം കൊടുത്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു വേദിക് എഡ്യൂക്കേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം, മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, വുമൺ എഡ്യൂക്കേഷന് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് വേദിക് എഡ്യൂക്കേഷൻ ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, വേദിക് എഡ്യൂക്കേഷൻ ടൈമിൽ വുമൺ എഡ്യൂക്കേഷൻ വാസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, പക്ഷെ ഇത്രയും കൊടുത്തില്ല. അപ്പം ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സമയത്ത് ആശ്രമത്തിലുള്ള സന്യാസി, അതായത് സ്ത്രീ സന്യാസിന് കൊടുത്ത പേരാണ് ഭിഖുനീസ്. ഭിഖുനീസ് എന്നവരെ വിളിക്കപ്പെട്ടിരുന്നത്. ഇനി ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സംഘമിത്ര എന്നുള്ള ഭിഖുനിയെ കുറിച്ചാണ്. സംഘമിത്ര അശോക ദ ഗ്രേറ്റിന്റെ സിസ്റ്റർ ആയിരുന്നു. ഇവരാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ പ്രചരിപ്പിക്കുവാനായിട്ട് സിലോണിലൊക്കെ പോയത്. അപ്പം അതും എടുത്തെഴുതേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പം ഭിഖുനീസ് എന്നാണ് ബുദ്ധിസ്റ്റ് സിസ്റ്റത്തിലുള്ള സന്യാസിനികളെ വിളിച്ചിരുന്ന പേര്. ഇവരിൽ പ്രധാനിയായിട്ടാണ് സംഘമിത്ര അവതരിപ്പിക്കുന്നത്. സംഘമിത്ര സിലോണിൽ പോയിരുന്നു. അപ്പം ഇനി രണ്ടാമത്തെ വേദിക് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഋഷികാസ് എന്നും ബ്രഹ്മവാദിനീസ് എന്നുമാണ് വേദിക് എഡ്യൂക്കേഷനിലെ വുമൺസ് അറിയപ്പെട്ടിരുന്നത്. ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിലെ ഭിഖുനീസ് എന്നും. അപ്പം ഇത്രയും പോയിന്റ് നമ്മളിപ്പോൾ ഏകദേശം ഒരു
10-13 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഓർത്ത് വെക്കുക. ഇതിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കമ്പയർ ചെയ്ത് എഴുതുവാനായിട്ട് ചോദിക്കാം. ഇതിപ്പോ എങ്ങനെ ചോദിച്ചാലും മാർക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും കുറെ അധികം പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അത് പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് ചെയ്യുക.